ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ എന്താ പറയണ്ടേ, ഇപ്പോൾ വേനൽക്കാലത്താണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. അതായത് വേനൽ ചൂടിനെ അതിജീവിക്കാനുള്ള പലതരം പാനീയങ്ങൾ നല്ലത് തന്നെയാണ്, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യുന്നുമുണ്ട്. നമ്മുടെ സർബത്തിനൊരു എന്താ പറയുക, സർബത്ത് നമ്മൾ പല ജ്യൂസിലും സർബത്ത് മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കില്ല. അപ്പോൾ ഈ സർബത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതാണ്. അതേസമയം നമ്മൾക്ക് വീട്ടിൽ നറുനീണ്ടി എന്ന് പറയുന്ന കാര്യം വെച്ച് സർബത്ത് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഈ നറുനീണ്ടിയുടെ സിറപ്പാണ് ഈ സർബത്ത് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുന്നത്. അതിനകത്ത് കുറച്ച് നറുനീണ്ടിയുടെ കാര്യങ്ങളുണ്ട്. പിന്നെ റോസ് സിറപ്പ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചാൽ വേറെയാണ്. പക്ഷേ അല്ലാണ്ട് സർബത്തിൽ ഒഴിക്കുന്നത് നറുനീണ്ടി സർബത്ത് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. ഈ നറുനീണ്ടി സർബത്ത് നമ്മൾക്ക് വീട്ടിൽ വേണമെങ്കിൽ തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണ്? നറുനീണ്ടി സർബത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് അത്രയും വിശ്വാസത്തിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ വാങ്ങുന്നതിനെക്കാട്ടിലും. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കളർ ചേർത്തിട്ടാണ്. അതാണ് ഒരു നല്ലൊരു എന്താ പറയുക, ഒരു മെജന്ത പിങ്ക് കളറാണ് സർബത്തിന്, നറുനീണ്ടി സർബത്ത്. അതേസമയം നമുക്ക് വേണമെങ്കിൽ കളർ ചേർക്കാതെ ചെയ്യാം. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. കളർ ചേർക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ പെർമിറ്റഡ് ഫുഡ് കളേഴ്സാണ്. നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാം നമ്മൾ എത്ര ചേർത്ത്, പേരിന് വേണ്ടി ചേർത്താൽ മതി, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി, അല്ലെങ്കിൽ ഇല്ലാതെയും ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ അതൊരു പെർഫെക്റ്റായിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് വിശ്വസിച്ച് നമ്മളുണ്ടാക്കുന്നത്. അങ്ങനെ പല ആൾക്കാരും നറുനീണ്ടി സർബത്ത് വീട്ടിൽ തയ്യാറാക്കാറുണ്ട്. ചില സ്പെഷ്യൽ കടകളിലൊക്കെ വീട്ടിൽ നിന്ന്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആ വടക്കംപറവൂർ ഭാഗത്തൊക്കെ പോയപ്പോൾ ആ സമയത്ത് ഒരു ചെറിയൊരു കടയിൽ, ഒരു ചേട്ടൻ്റെ കടയിൽ പുള്ളിക്കാരൻ്റെ നറുനീണ്ടി സർബത്ത് വെച്ചിട്ടൊരു എന്താ പറയുക, ഒരു പാനീയം എനിക്ക് ഉണ്ടാക്കി തന്നിരുന്നു. അത് ഭയങ്കര ഫേമസ് അവിടെ. അത് പുള്ളിയുടെ വീട്ടിൽ കാച്ചി കുറുക്കി കൊണ്ടുവരുന്ന സർബത്താണെന്ന് പറഞ്ഞത്, നറുനീണ്ടി സർബത്ത്. പുള്ളി അങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്നല്ല. അതിന് കളറൊന്നുമില്ല, ഒരു കളറൊന്നും ചേർക്കാതെ ഒരു തേനിൻ്റെ കളറിലാണത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഒരു സംഭവം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി ഓക്കെ, ഈ സമ്മർ ടൈമല്ലേ, അപ്പോൾ നമുക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്നതുകൊണ്ട് അത് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിൻ്റെ വളരെ സിമ്പിൾ പ്രോസസ്സാണ്, പറഞ്ഞുതരാം. അതിന് നറുനീണ്ടി കിഴങ്ങെന്നാണ് അതിന് പറയുന്നത്. നറുനീണ്ടിയുടെ ചെടിയുടെ റൂട്ട്സാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. നറുനീണ്ടി ഇപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് ലായനിയിലൊക്കെയാണ് ചെയ്യുന്നത്. അത് കാരണം അത് ആ ഒരു സ്വീറ്റ്നെസ് ഉള്ളതുകൊണ്ട് ഡയബറ്റിക് ആൾക്കാർക്കൊന്നും അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷേ പഞ്ചസാരയൊന്നും ചേർക്കാതെ വെറുതെ നറുനീണ്ടിയുടെ പീസ് 1-2 പീസ് ഇട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഗുണം ചെയ്യും. കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം കുറയ്ക്കും. പിന്നെന്താ പറയുക, ഒരുപാട് വയറ് ക്ലീൻ ചെയ്ത് തരും, ക്ലിയർ ചെയ്ത് തരും. പിന്നെ രക്തസമ്മർദ്ദം മുതലായ കാര്യങ്ങൾ അതിനെല്ലാം നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ കിഡ്നി സംബന്ധമായ അസുഖമുള്ളവർ ഈ നറുനീണ്ടിയുടെ സിറപ്പോ നറുനീണ്ടിയുടെ ജ്യൂസോ അത് ഇട്ട് തിളപ്പിച്ച വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല. അത് അസുഖമുള്ളവർ. ഓക്കെ, കിഡ്നി ട്രബിൾ. ബാക്കി കാര്യങ്ങൾ എല്ലാത്തിനും ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എല്ലാ കാര്യത്തിനും. അത് അനീമിക്കായിട്ടുള്ള ആൾക്കാർ, അതായത് രക്തക്കുറവുള്ള ആൾക്കാർ, ഹീമോഗ്ലോബിൻ ലെവൽ കുറവുള്ള ആൾക്കാർ, അത്തരം കാർക്കുമൊക്കെ ഇത് നല്ലതാണ്. അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷേ പഞ്ചസാരയുടെ അളവിൽ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ സിറപ്പായിട്ട് ഉണ്ടാക്കുന്നു, അപ്പോൾ അതിൽ ഷുഗർ ചേർക്കാണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിവേ, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതൊരു 30 ഗ്രാംസ് ഇതാ അതിൻ്റെ ക്ലോസ് കണ്ടോളൂ. 30 ഗ്രാമിൻ്റെ നറുനീണ്ടി കിഴങ്ങ്. ഇതിങ്ങനെ റൂട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഭയങ്കര ഹാർഡാണത്, ഡ്രൈഡ് ഫോമാണ്. ഇത് തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെച്ചത് കാണിച്ചു തരാം. അപ്പോൾ ഒരു ദിവസം തലേ ദിവസം ഞാൻ വെള്ളത്തിലിട്ടതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോഴേ നമ്മൾ ചതച്ചെടുത്താലും അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ രീതിയിലാണ് ചതച്ച് കിട്ടുമ്പോൾ നല്ല പാടാണ് ചതയ്ക്കുമ്പോൾ. എത്ര കുതിർത്താലും അത് നല്ല ഒരു സോഫ്റ്റാണ്. എന്നാൽ മാത്രമല്ലേ നമുക്കതിൻ്റെ കറക്റ്റ് അതിൻ്റെ ഈ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ നല്ല അതിൻ്റെ സത്ത് കംപ്ലീറ്റായിട്ട് കിട്ടും. അത് ഇട്ടിരിക്കുന്ന വെള്ളം കണ്ടോ, ആ വെള്ളത്തിന് എന്താ മണം. ഓക്കെ, അപ്പോൾ അതേ വെള്ളത്തിൽ ഇത് കുതിരാൻ വെച്ച അതേ വെള്ളം. അപ്പോൾ 2-3 വെള്ളം കഴുകി വേണം കുതിരാൻ വയ്ക്കാൻ. എന്നിട്ട് കാര്യം ആ വെള്ളം കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് അമ്മിക്കല്ലിൽ വെച്ച് ചതച്ചതാണിത്. എന്നിട്ട് അത് വീണ്ടും അതേ വെള്ളത്തിൽ ഇട്ട് വെച്ചു. ഓക്കെ, ഇനി കാണാൻ പോകണു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, ഇതിനെ ഒരു 2 കപ്പ് വെള്ളത്തിൽ തിളപ്പിക്കണം. ഓക്കെ, ഒരു 25 മിനിറ്റ്സ് തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം. 30 ഗ്രാമാണ്, അളവ് തെറ്റണ്ട. അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. ഓക്കെ, 2 കപ്പ് ഒഴിച്ച് കഴിഞ്ഞു. ഇനി 1 കപ്പ്. ഓക്കെ, ഇനി നമുക്ക് തിളപ്പിക്കാനായിട്ട് അടുപ്പ് കത്തിച്ച് തിളപ്പിക്കാം. അപ്പോൾ ഒരു 25 മിനിറ്റ്സ്, 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ തിളപ്പിക്കുക. തിള വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ അടുപ്പിലേക്ക് മാറ്റും.
പിന്നെ ഈ സമയം തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാം. അതായത് കറക്റ്റ് പറഞ്ഞാൽ 1 കിലോ പഞ്ചസാര, 1 kg പഞ്ചസാര നമ്മളൊരു 2 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് അലിയിച്ച് ഒരു സിറപ്പ് തയ്യാറാക്കണം. നോക്കിക്കോളൂ. 1 കിലോ ഇതിലേക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് വെള്ളം. ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ പഞ്ചസാരയുടെ കേസ് അത് മാത്രമേ ഉള്ളൂ. ഇതും ഒന്ന് തിളച്ചു തുടങ്ങട്ടെ. നല്ല മണം, ഒരു രക്ഷയില്ലാത്ത മണം കേട്ടോ. അറിയാലോ നറുനീണ്ടി സിറപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങാൻ കിട്ടില്ലേ, നറുനീണ്ടി സർബത്ത് സിറപ്പ്, അതാണ് സംഭവം. ഈ പഞ്ചസാരയിൽ ഒരു കാര്യം കൂടി നമ്മൾ ചേർക്കുക. അതായത് ഒരു 2 വലിയ ഏലക്ക ആണെങ്കിൽ 2 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം ചതച്ചത് അതും കൂടി ഇതിനകത്തിടാം. പഞ്ചസാര ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 2 അല്ല 3 എണ്ണം ചേർക്കണം. ചെറിയൊരു ഫ്ലേവർ അതിൽ ഇൻഫ്യൂസ്ഡ് ആയിട്ട് കിട്ടും. അപ്പം നമ്മളുടെ നറുനീണ്ടി സിറപ്പിന് ഉണ്ടാക്കാൻ വേണ്ടി നറുനീണ്ടി പീസസ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. 25 മിനിറ്റ്സ് ആയി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റോളം ഞാൻ ഒരുവിധം അത്യാവശ്യം നല്ല ഫ്ലെയിമിലായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വിട്ടു, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിടുക. ഓക്കെ, ഇനി ഈ തീ ഓഫ് ചെയ്തിട്ട് ഇപ്പുറത്തെ പഞ്ചസാര സിറപ്പ് ഇങ്ങനെ തിളച്ചിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് ഒരു സൈഡിലേക്ക് പഞ്ചസാരയുടെ അഴുക്കെല്ലാം ഇങ്ങനെ മുകളിൽ വരുമല്ലോ, അത് നമ്മളിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് കോരി മാറ്റിയാൽ മതി. ഈ ശർക്കരയ്ക്കെല്ലാം ചെയ്യുന്ന പോലെ. അതേ നോക്കിയേ, ഒരു നൂൽ പാകം അങ്ങനെയൊന്നുമല്ല, ഇച്ചിരി തിക്ക് സിറപ്പായിട്ട് അത്ര ആയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ വെള്ളവും പഞ്ചസാരയും കൂടി ചേർന്നാണ്. അതെ നോക്കിയേ, ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതാ സിറപ്പ് അതുപോലെ കഷ്ണത്തോടു കൂടി ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നു ഫസ്റ്റ്. ഓക്കെ, അരിച്ചൊഴിക്കണമെന്ന് നിർബന്ധമില്ല. ഈ സ്റ്റേജിൽ നമ്മൾ അരിക്കുന്നൊരു സ്റ്റേജ് വരും, അന്നേരം അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും കൂടി കിടന്നൊന്ന് വീണ്ടും ഒരു 10 മിനിറ്റ് തിളയ്ക്കട്ടെ, ഒരു മീഡിയം ഫ്ലെയിമിൽ. കുറച്ചൊന്ന് തിക്കാകണം, മനസ്സിലായില്ലേ? ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്, ഇത് കുറച്ചുകൂടി ഒരു കുറുകിയൊരു പാകമായിട്ട് വരണം. പഞ്ചസാര സിറപ്പും നറുനീണ്ടിയും കൂടി ചേർന്നിട്ട്. അപ്പോൾ ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് വരുന്നത്, ഒരു തേനിൻ്റെ ഒരു കൂടിയ കളർ എന്ന് പറയാം, കുറച്ചൊരു ഡാർക്കർ തേൻ പോലെ. അപ്പോൾ എന്തായാലും 10 മിനിറ്റ്സും കൂടി മീഡിയം ഫ്ലെയിമിൽ കിടക്കട്ടെ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നറുനീണ്ടി എന്ന് പറയുന്ന സംഭവം നന്നാറി എന്നും പറയും കേട്ടോ, മറ്റൊരു പേരാണ് നന്നാറി സിറപ്പ് എന്നൊക്കെ. അപ്പോൾ ഇത് റൂട്ടാണ്, ശരിക്കും പറഞ്ഞാൽ നന്നാറി അല്ല നറുനീണ്ടി കിഴങ്ങെന്ന് പറയും. അപ്പോൾ അതിൻ്റെ റൂട്ട്, വേര്, ആ ഭാഗമൊക്കെ ആണല്ലോ, അപ്പോൾ കുറച്ച് മണ്ണുണ്ടാവും. അപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് ആദ്യത്തെ 2-3 വെള്ളം കഴുകിയിട്ടാണ് കുതിർക്കാനായിട്ട് വയ്ക്കുന്നത്. അതായത് കംപ്ലീറ്റ്, ഇപ്പോൾ ഞാനിപ്പോൾ ഓവർനൈറ്റാണ് കുതിർത്തത്, തലേ ദിവസം തന്നെ. അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ആദ്യം കുതിരാനായിട്ട് വയ്ക്കുക, എന്നിട്ട് വീണ്ടും അത് വാഷ് ചെയ്യുക. എന്നിട്ട് നല്ല ഫ്രഷ് വെള്ളം ഒഴിച്ചിട്ട് ആണ് ഓവർനൈറ്റ് വയ്ക്കേണ്ടത്. അപ്പോൾ മണ്ണിൻ്റെ അംശം ഒട്ടുമില്ല എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ചതച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നും, അതൊരു കാര്യം ചെയ്യാം. അതായത് അമ്മിക്കല്ലുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ കാര്യം ഉണ്ടാവില്ല, ഇടിയല്. അപ്പോൾ ഇതിനകത്ത് വെച്ച് കുറേശ്ശെ ഇട്ട് ചതച്ചാലും മതിയാകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈൻ പൗഡറൊന്നും ആക്കണമെന്നില്ല, മിക്സിയിലിട്ട് വീണ്ടും പൊടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മിക്സിയുടെ ബ്ലേഡ് സൂക്ഷിക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഇത് കുറേ നേരം വെള്ളത്തിലിട്ട് തിളപ്പിക്കുമല്ലേ. അപ്പോൾ ആ കുതിരാൻ വെച്ച വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാൻ തിളപ്പിക്കാനിട്ട്. കാര്യം അത്രയും ഫൈനായിട്ട് നമ്മൾ ആദ്യത്തെ കുറച്ച് നേരം കുതിർത്ത് അത് കഴുകി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി നല്ല ഫ്രഷ് വാട്ടറിലാണ് പിന്നെ ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ ആ വെള്ളം കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഷുഗർ സിറപ്പും പിന്നെന്താ നറുനീണ്ടി തിളപ്പിച്ച ആ സിറപ്പും കൂടി ചേർന്ന് ഒന്നിച്ച്, നറുനീണ്ടി സിറപ്പ് പ്ലസ് ഷുഗർ സിറപ്പ് ബെസ്റ്റായിട്ട് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഞാനൊരു 10 മിനിറ്റ് തിളപ്പിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യമുണ്ട്, 10 എന്നുള്ളത് 20 മിനിറ്റ്സ് ആയാലും കുഴപ്പമില്ല. നമുക്കൊരു കൺസിസ്റ്റൻസി, അതായത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കുറച്ചൊരു കുറുകൽ വേണം. ഒരുപാട് വാട്ടറി ആവാണ്ട് കുറച്ചൊരു കുറുകൽ, ഇരുന്നൊരു കുറുകൽ എന്തായാലും ഉണ്ടാകും. ഇത് ഷുഗർ സിറപ്പല്ലേ, ഇത് നോക്കിക്കോളൂ. ഇപ്പോൾ ഈ ഒരു കളറിലേക്കാണ് മാറിയിരിക്കുന്നത്, ഒരു എന്താ പറയുക തേനിൻ്റെയൊക്കെ ഒരു കളർ, ലൈറ്റ് ഷെയ്ഡ്. ഇനി ഇതിനെ കുറച്ചുകൂടി ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഷെയ്ഡിലേക്ക് മാറ്റണമെങ്കിൽ 2 ഓപ്ഷനുണ്ട്. കടക്കാരെല്ലാം സാധാരണയായിട്ട് കളർ മാറ്റാനായിട്ട് ചെയ്യുന്നത് ഒരു കളർ ചേർക്കും. ഇപ്പോൾ ചെറി റെഡ് കളർ അല്ലെങ്കിൽ റാസ്ബെറി റെഡ് കളർ പെർമിറ്റഡ്. അതല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഞാൻ പറയാം, അതായത് ഇതുപോലെ പതിമുഖം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതിനൊരു പിങ്ക് കളറാണ് വെള്ളത്തിന്. അപ്പോൾ ഇതിൻ്റെ ഒരു 2-3 പീസ് കൂടെ ഇട്ട് കൊടുത്താൽ മതി നമ്മളിത് തിളപ്പിക്കുന്ന സമയത്ത്. അപ്പോൾ
ആ ഒരു പിങ്കിഷ് കളറും കൂടി കയറി വരും. അതൊരു നല്ല ഓപ്ഷനാണ്. ഒരു വലിയ പീസ് ഇട്ടാലും മതി, 2-3 എണ്ണം വേണമെന്നില്ല, ഇത്രയും ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. ഇത് കഴിഞ്ഞു. ഇത് നമുക്കിന്ന് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നോക്കിയേ, കണ്ടല്ലോ. അപ്പോൾ ഇത് ഇരിക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കുറുകും. അപ്പോൾ ഒരു സിറപ്പി കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. ഈ പാത്രം റെഡി. അതിനകത്തേക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിക്കാം. ഇത് ഒരു സാധാരണ നെറ്റാണ്. ഇനി ഫൈനായിട്ട് പൊടി, അതായത് ഞാനിപ്പോൾ നറുനീണ്ടിയെ ഭയങ്കര ഫൈനായിട്ട് പൊടിച്ചില്ല, ചതച്ചാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് തിന്നായിട്ടുള്ള പൊടി കുറവായിരിക്കും. ഒരുപാട് പൊടിഞ്ഞ് കിടക്കുന്ന രീതിയിലുള്ള നറുനീണ്ടിയാണ് പീസസ് ആക്കിയാണ് ഇടുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഫസ്റ്റ് അരിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു തുണിയിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ ഈ അരിപ്പിൽ കൂടി ഞാൻ അരിച്ച് ഇതിനകത്തേക്ക് മാറ്റും. ആഹാ, നല്ല മണം, എൻ്റെ അമ്മോ, എന്താ മണം, സൂപ്പറായിട്ടുള്ളൊരു മണം. പ്ലസ് അതിൻ്റെ ആ ടെക്സ്ചർ, കൺസിസ്റ്റൻസി എല്ലാം കണ്ടുമല്ലോ, ഒരു സിറപ്പി, ഒരു തേനിൻ്റെ പോലെ ഉള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കളറും അതുപോലെ തന്നെയാണ്, നല്ല ഒരു സ്വർണ്ണവർണ്ണം, അതായത് ഒരു ഗോൾഡൻ കളർ ഒരു തേൻ വർണ്ണത്തിൽ കിട്ടിയിട്ടുണ്ട്, ലൈക്ക് ഹണി. കാണുമ്പോൾ അറിയാമല്ലോ, കാണുന്നുണ്ടല്ലോ, അതെ, സോ ബ്യൂട്ടിഫുൾ. ഇതാണ് കളർ, ഇത് നാച്ചുറൽ കളർ. നമ്മുടെ ഈ ഒരു നറുനീണ്ടി അഥവാ നന്നാറി സിറപ്പിൻ്റെ ഒറിജിനൽ കളറാണത്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തേനാന്ന് തോന്നുന്നു അല്ലേ ശരിക്കും. ആഹാ, അപ്പോൾ ഒരുപാട് വാട്ടറി അല്ല, ഒരു കൊഴുപ്പുള്ള സിറപ്പ് പോലെ തന്നെയാണ്. എന്നാൽ ഭയങ്കര ടൂ തിക്കുമല്ല. ഇങ്ങനെ വേണം നിങ്ങൾ തയ്യാറാക്കിയെടുക്കാൻ. അതിൻ്റെ ഒരു ഭംഗി കണ്ട് ഞാനിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കളറെന്ന് പറയുമ്പോൾ ചെറി റെഡ് കളർ, ലിക്വിഡ് കളറുണ്ട്, ജെൽ കളറുണ്ട്, എന്താണെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കയ്യിലിപ്പോൾ ചെറി റെഡ് കളർ അല്ലെങ്കിൽ റാസ്ബെറി റെഡ് കളർ, അതിനൊരു പിങ്ക് ടോണാണ്, അങ്ങനത്തെ ഒരു കളറിൽ മാറ്റും. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ഒരു അല്പം സാമ്പിളായിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് കുപ്പിയിലാക്കി സൂക്ഷിക്കുക. ആവശ്യാനുസരണം നമുക്ക് മിൽക്ക് സർബത്ത്, പിന്നെന്താ നാരങ്ങ സർബത്ത്, പലതരം സർബത്ത് എന്തിൽ വേണമെങ്കിലും ചേർക്കാം. ഓക്കെ, നല്ല തണുത്ത് വരുമ്പോൾ അതിങ്ങനെ നല്ല കൊഴുത്ത ഒരു ഇങ്ങനെ വരും. മണമെന്നറിയോ. പിന്നെ ഞാൻ ഒരു സാമ്പിൾ പോലെ കാണിക്കാം, ഇച്ചിരി കളർ ചേർത്താൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ ബൗളിലേക്ക് ഒരല്പം ഒഴിച്ചിട്ട് ലെറ്റ്സ് സീ. ഇപ്പം തേൻ പോലെ ഇരിക്കണു. ഇതൊരല്പം ആയതുകൊണ്ട് ഒരു ഡ്രോപ്പ്. ആഹാ, അയ്യോ, കളർ സ്പ്രെഡായി പോകണം. നോക്കേ, ഇത് ചെറിയ റെഡ് കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. റാസ്ബെറി റെഡ് കളറാണെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. കാണുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ നന്നാറി സിറപ്പ് അഥവാ നറുനീണ്ടി സിറപ്പിൻ്റെ സർബത്തിനുള്ള സിറപ്പിൻ്റെ കളറായി ഈ കടയിലൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ കിട്ടും. എത്ര പെട്ടെന്നാണ് കളറും എല്ലാം മാറിയത് നോക്കി. ഇത് കളർഫുള്ളായിട്ടുള്ള സർബത്ത്, ആ സർബത്തിൻ്റെ സിറപ്പ്. ഓക്കെ, അപ്പോൾ കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. കളർഫുൾ അല്ലാണ്ട് നാച്ചുറൽ കളർ മതിയെങ്കിൽ തേൻ വർണ്ണത്തിൽ ചെയ്യാം. രണ്ടാണെങ്കിലും ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ഗുണങ്ങൾ അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ, എന്നിട്ട് ഞാൻ ഈ കുപ്പിയിലാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ബോട്ടിലേക്ക് മാറ്റാൻ പോണു. ഓക്കെ, ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ബോട്ടിൽ നിറച്ചുണ്ടാവില്ല. ഇതൊരു 1/2 ലിറ്റർ സിറപ്പ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ നറുനീണ്ടി അഥവാ നന്നാറി സിറപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനൊരു എന്താ പറയുക, ഒരു ലെമൺ സർബത്തെങ്കിലും ഉണ്ടാക്കി കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ സർബത്തിന് പറ്റിയ ഗ്ലാസ്സാണ്. ഇതാണ് സാധാരണ കടകളിലൊക്കെ സർബത്ത് ഗ്ലാസ്സായിട്ട് ഉപയോഗിക്കുന്നത്. അത് തന്നെ ആയിക്കോട്ടെ. അതിനകത്തേക്ക് കുറേ ഐസ് ഇടാം. ഐസ് ക്യൂബ്സ് ഞാൻ കുറച്ച് ലാവിഷാണ് ഈ കാര്യത്തിൽ ഉണ്ടെങ്കിലും. ഇനി ഞാൻ കുറച്ച് കളർഫുൾ സർബത്താക്കാൻ പോവാണ്. നമ്മുടെ ആ കളർഫുൾ സർബത്തില്ലേ അതൊഴിക്കാം. ഞാൻ കളർ മിക്സ് ചെയ്ത് വെച്ചത്, അപ്പോൾ കാണാനൊരു ലുക്ക് കൂടുതലായിരിക്കും.
ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിക്കണം. ഇനി അതിനകത്തേക്ക് നാരങ്ങാനീര്, ഒരു ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം, വലുതാണെങ്കിൽ 1ൻ്റെ പകുതി. ഇനി കുറച്ച് വെള്ളം, സിറപ്പിന് നല്ല മധുരമുള്ളത് കൊണ്ട് ഷുഗർ സിറപ്പ് വേറെ ആവശ്യമില്ല. ഇനി നമ്മളുടെ ഒരു ഭംഗിക്കിരിക്കട്ടെ, 2 സൈഡിലിട്ട് വയ്ക്കാം. ഓക്കെ, ഇനി കുറച്ച് സബ്ജ സീഡ്സ്. സബ്ജ സീഡ്സ് കുതിരാൻ വെച്ചതാണ്. സർബത്തിലൊക്കെ ഇടുന്ന കഷ്കഷ് എന്നും പറയും. ഇത് അരയ്ക്കുന്ന കഷ്കഷല്ല, ഇത് സർബത്ത് ആയിട്ടാണ്. അങ്ങനെ ബ്യൂട്ടിഫുൾ ഒരു ലെമൺ സർബത്ത്. അതിൻ്റെ ഏറ്റവും മേളിൽ പറ്റുമെങ്കിൽ ഒരു പുതിന ലീഫ് വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയൊരു പീസ് പുതിനയുടെ ആ ടോപ്പ് പോർഷൻ ഉണ്ട്, അപ്പോൾ അത് ഞാൻ ഇതിൽ വെക്കുന്നു. ഓക്കെ, അങ്ങനെ ബ്യൂട്ടിഫുൾ നമ്മുടെ ലെമൺ സർബത്ത്. നാരങ്ങ വെള്ളമാണ്, പക്ഷേ സർബത്ത് ചേർത്തുണ്ടാവുന്നത്. അപ്പോൾ പുതിന ലീവ്സും ഒക്കെ ക്രഷ് ചെയ്ത് ചേർക്കാം. ഞാനിപ്പോൾ ടോപ്പിൽ പുതിന ഇട്ടു, പിന്നെ നാരങ്ങ നീരുണ്ട്, നാരങ്ങ ഡെക്കറേഷൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളുടെ സർബത്ത് ഉപയോഗിച്ചാണ് ചെയ്തത്. പക്ഷേ ഞാൻ കളർഫുൾ, ഈ കളറാണെങ്കിൽ ഇത്രയും കളറില്ലല്ലോ, വേറൊരു ഗോൾഡൻ ബ്രൗൺ കളർ. അപ്പോൾ അത് ഒരു എന്താ പറയുക, പിക്ചേഴ്സൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ കളർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ആ കളേർഡായിട്ടുള്ള സർബത്ത് ഉപയോഗിച്ച്. ഇനി ഒന്ന് ഇളക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെർവ് ചെയ്യാം. എന്നിട്ടൊരു സ്റ്റാറും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് തന്നെ ധാരാളം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി. ഇനി കുടിക്കാം. ഓക്കെ, അപ്പോൾ 2 ലെയറായിട്ടിരുന്നു, ഇപ്പോൾ എല്ലാം ഒറ്റ ലെയറായി. നൈസ്. ഓക്കെ, പിങ്ക്. കാണുമ്പോൾ തന്നെ അറിയില്ല എന്തൊരു റിഫ്രഷിങ് കൂളിംഗ്. ഓ മൈ ഗോഡ്. നല്ല മധുരമുണ്ട്, ആവശ്യത്തിന് പുളിയുണ്ട്. ഈ ഒരു ചൂട് സമയത്ത്, സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാനിത് ഉച്ച സമയത്താണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്ത് നല്ല ചൂടാണ്, പുറത്തേക്ക് ഇതുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങണം. ആഹാ, ആ ചൂട് നമുക്ക് സൂര്യനെ കണ്ടുകൊണ്ട് ഈ കൂളിംഗ് ആയിട്ടുള്ള സർബത്ത് കുടിക്കാം. ഇത് ടേസ്റ്റിങ് മാത്രമായിട്ട് നിർത്താൻ പറ്റില്ല, ഇത് മുഴുവൻ എനിക്ക് കുടിക്കാൻ തോന്നുന്നു. എപ്പോഴും നമ്മൾ ഈ ബേസിൽ സീഡ്സ് അഥവാ സബ്ജ സീഡ്സ് ഇട്ടിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. പിന്നെ ഫുൾ ഓഫ് വൈറ്റമിൻ സി ആണ്, നാരങ്ങ നീര്, പുതിനയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ നന്നാറി അഥവാ നറുനീണ്ടി സർബത്ത്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത്. ഞാൻ 30 ഗ്രാം നറുനീണ്ടി റൂട്ട്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് നറുനീണ്ടി കിഴങ്ങ്. ഓക്കെ, 1 കിലോ പഞ്ചസാരയും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഡബിൾ അളവിലെടുക്കുക. അപ്പോൾ ഒരു കുപ്പി നിറച്ച് കാണും. അങ്ങനെ ചെയ്ത് വെച്ചാൽ കുറേ ദിവസത്തേക്ക് വരും. ഇതിൽ നിന്നും കുറേശ്ശെ ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ ഇതും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനി പലതരം സർബത്തുകൾ നമ്മളിനി കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു പിക്ചർ എടുക്കാനും കൂടി, അല്ലെങ്കിൽ ഇതിങ്ങനെ കുപ്പിയിൽ മാത്രം ഇരുന്നാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. ഇതിപ്പോൾ നമ്മൾ സർബത്തും കൂടി സൈഡിലുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഫിനിഷിംഗ് ഉണ്ടാവുമല്ലോ. എനിവേ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഈ ചൂടിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലൊരു സർബത്താണിത്. ഉണ്ടാക്കി കഴിക്കുക, നല്ല ഹെൽത്തിയാണ്. കാര്യം നമ്മുടെ വൈറ്റമിൻ സിയും ഉണ്ട്, നറുനീണ്ടിയുടെ കൂളിംഗ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ് എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ എനിക്കൊരു ലൈക്ക്, കമൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.